നമസ്കാരം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകം, ഫാക്ടറികളും ജനാധിപത്യവും രാജ്യങ്ങളെന്ന ആശയവുമെല്ലാം എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇവയൊന്നും ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതല്ല. മറിച്ച് ഒന്നിനു പുറകെ ഒന്നായി വന്ന ഒരു ചെയിൻ റിയാക്ഷന്റെ ഫലമായിരുന്നു ഇതെല്ലാം. ചിന്തയിലും വ്യവസായത്തിലും രാഷ്ട്രീയത്തിലും സംഭവിച്ച ഓരോ വിപ്ലവവും അടുത്തതിന് തീകൊളുത്തി. അങ്ങനെയാണ് നമ്മുടെ ആധുനിക ലോകം രൂപപ്പെട്ടത്. അപ്പോ നമ്മുടെ പ്രധാന ചോദ്യം ഇതാണ്: ഈ മാറ്റങ്ങളൊക്കെ പതുക്കെ പതുക്കെ സംഭവിച്ചതാണോ, അതോ വലിയ പൊട്ടിത്തെറികൾ പോലെ പെട്ടെന്നുണ്ടായതാണോ? വെറും തീയതികളും പേരുകളും പഠിക്കുന്നതിന് പകരം കാരണങ്ങളും അതിന്റെ ഫലങ്ങളും ചേർത്തുവെച്ച ഒരു വലിയ കഥയായി നമുക്കിതിനെയൊന്ന് കണ്ടുനോക്കാം. അപ്പോ ശരിക്കും എന്താണ് സംഭവിച്ചത്? ശരി, നമുക്ക് തുടങ്ങാം. എല്ലാത്തിന്റെയും തുടക്കം ആളുകളുടെ ചിന്തയിൽ വന്ന ഒരു മാറ്റത്തിൽ നിന്നാണ്. ഒരു മാനസിക വിപ്ലവം. നവോത്ഥാന കാലത്തും മതനവീകരണ കാലത്തും ലോകത്തെ കാണുന്ന രീതി തന്നെ മാറിമറിഞ്ഞു. ആ ഒരു തീപ്പൊരിയാണ് പിന്നീട് വന്ന എല്ലാത്തിനും കാരണമായത്. ഇതൊരു അടിപൊളി ആശയമായിരുന്നു. അതായത്, നൂറ്റാണ്ടുകളായി ദൈവത്തെയും മതത്തെയും പറ്റി മാത്രം ചിന്തിച്ചിരുന്ന ഒരു ലോകത്ത് പെട്ടെന്ന് ഫോക്കസ് മനുഷ്യരിലേക്ക് മാറി. നമ്മുടെ കഴിവുകൾക്കും നമ്മുടെ നേട്ടങ്ങൾക്കും നമ്മുടെ ചിന്തകൾക്കും പ്രാധാന്യം വന്നു. മനുഷ്യനെ കേന്ദ്രത്തിൽ നിർത്തിയ ഈ ഒരു ചിന്താഗതിയായിരുന്നു നവോത്ഥാന മാനവികതാവാദം. ഈ പുതിയ ചിന്തയുടെ ഏറ്റവും വലിയ ഉദാഹരണം ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേയുള്ളൂ: ലിയോണാർഡോ ഡാവിൻഷി. അദ്ദേഹം അവസാനത്തെ അത്താഴം വരച്ചൊരു ചിത്രകാരൻ മാത്രമായിരുന്നില്ല. മനുഷ്യ ശരീരം കീറിമുറിച്ചു പഠിച്ച ശാസ്ത്രജ്ഞനായിരുന്നു. പറക്കുന്ന യന്ത്രങ്ങൾ സ്വപ്നം കണ്ടൊരു എഞ്ചിനീയറായിരുന്നു. മനുഷ്യന്റെ ബുദ്ധിക്കും കഴിവിനും അതിരുകളില്ല എന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച ആളായിരുന്നു ഡാവിൻഷി. ഈ പുതിയ ചിന്താരീതി, അതായത് എന്തിനേയും ചോദ്യം ചെയ്യാനുള്ളൊരു ധൈര്യം, മതത്തിലേക്കും എത്തിയപ്പോഴാണ് മതനവീകരണം സംഭവിക്കുന്നത്. അതുവരെ ചോദ്യം ചെയ്യപ്പെടാനാവാത്തതെന്ന് കരുതിയിരുന്ന കത്തോലിക്ക സഭയുടെ അധികാരത്തെയും നിയമങ്ങളെയും ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. അപ്പോ ചിന്തയിൽ വിപ്ലവം വന്നു. ഇനി അടുത്തത്, ആ ചിന്തകൾക്ക് പ്രവർത്തിക്കാനുള്ള ഒരു എഞ്ചിൻ വേണം. സാമ്പത്തികവും സാങ്കേതികവുമായ ഒരു വിപ്ലവം. കാരണം പുതിയ ആശയങ്ങൾക്ക് ജീവൻ വയ്ക്കാൻ പണവും പുതിയ ടെക്നോളജിയും അത്യാവശ്യമായിരുന്നു, അല്ലേ? നോക്കൂ, ഇതെല്ലാം എങ്ങനെയാണ് ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. ആദ്യം ലോകം മുഴുവൻ കച്ചവടം ചെയ്യാൻ തുടങ്ങിയപ്പോൾ രാജ്യങ്ങളിലേക്ക് പണം ഒഴുകിയെത്തി. പിന്നെ പുതിയ കൃഷിരീതികൾ വന്നപ്പോൾ കൂടുതൽ ഭക്ഷണം കിട്ടി, ആളുകളുടെ എണ്ണം കൂടി. ഈ അധികം വന്ന ആളുകളും അവരുടെ കയ്യിലെത്തിയ പണവുമാണ് ഫാക്ടറികൾക്കും യന്ത്രങ്ങൾക്കും വേണ്ട ഇന്ധനമായത്. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും മാറുന്നത്. അതുവരെ നിലനിന്നിരുന്ന ആശയം മെർക്കന്റിലിസമായിരുന്നു. അതായത്, സർക്കാർ എല്ലാം നിയന്ത്രിക്കണം. പക്ഷെ ആഡം സ്മിത്തിനെ പോലുള്ളവർ പുതിയൊരാശയം കൊണ്ടുവന്നു: ലൈസി ഫെയർ. സർക്കാർ വെറുതെ മാറി നിന്നാൽ മതി, വിപണി അതിന്റെ വഴി കണ്ടെത്തിക്കൊള്ളുന്നതായിരുന്നു ആ ആശയം. വ്യാവസായിക യുഗത്തിന്റെ സോഫ്റ്റ്വെയർ ആയിരുന്നു ഈ ചിന്ത. ലൈസി ഫെയർ എന്ന സോഫ്റ്റ്വെയർ പ്രവർത്തിക്കണമെങ്കിൽ ഒരു ഹാർഡ്വെയർ വേണ്ടേ? അതാണ് ഈ കണ്ടുപിടുത്തങ്ങൾ. സ്പിന്നിംഗ് ജെന്നി വന്നതോടെ തുണി വ്യവസായം കുതിച്ചു. ജെയിംസ് വാട്ടിന്റെ ആവിയന്ത്രം ഫാക്ടറികൾക്ക് രാവും പകലും പ്രവർത്തിക്കാനുള്ള ഊർജം നൽകി. റെയിൽവേ വന്നതോടെ ഈ സാധനങ്ങളെല്ലാം രാജ്യത്തിന്റെ ഏതു കോണിലേക്കും എത്തിക്കാമെന്നായി. ഈ യന്ത്രങ്ങളാണ് ലോകത്തെ ശരിക്കും മാറ്റിമറിച്ചത്. അപ്പോ ഫാക്ടറികൾ വന്നു, പുതിയൊരു സാമ്പത്തിക ക്രമം വന്നു. അതിന്റെ സ്വാഭാവികമായ ഒരു ഫലമെന്തായിരുന്നു? സമൂഹം മാറി. പഴയ പ്രഭുക്കന്മാരുടെയും കർഷകരുടെയും സ്ഥാനത്ത് പുതിയ രണ്ട് വർഗങ്ങളുണ്ടായി. അതോടൊപ്പം പുതിയ സംഘർഷങ്ങളും. ഈ പുതിയ ലോകം പ്രധാനമായും രണ്ട് തട്ടുകളായി തിരിഞ്ഞു. ഒരു വശത്ത് ഫാക്ടറികളുടെയും ബാങ്കുകളുടെയും ഉടമസ്ഥരായ ബൂർഷ്വാസി അഥവാ മുതലാളി വർഗം. മറുവശത്ത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലെത്തി ഫാക്ടറികളിൽ തുച്ഛമായ കൂലിക്ക് ജോലി ചെയ്യുന്ന തൊഴിലാളി വർഗം അഥവാ പ്രോളിറ്റേറിയറ്റ്. ഇവരുടെ താൽപ്പര്യങ്ങൾ തമ്മിൽ എപ്പോഴും ഒരു ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഈ സാമൂഹിക പ്രശ്നങ്ങൾക്കിടയിലേക്കാണ് ജ്ഞാനോദയം എന്നറിയപ്പെടുന്ന ഒരു കൂട്ടം പുതിയ ചിന്തകർ വരുന്നത്. റൂസോയെപ്പോലുള്ളവർ ചോദിക്കാൻ തുടങ്ങി: എന്താണ് സ്വാതന്ത്ര്യം? ആരാണ് നമ്മളെ ഭരിക്കേണ്ടത്? അദ്ദേഹത്തിന്റെ ഈ ഒരു വാചകം മാത്രം മതി ആ കാലഘട്ടത്തിലെ ചിന്തയുടെ തീവ്രത മനസ്സിലാക്കാൻ. അപ്പോ എന്ത് സംഭവിക്കും? ഒരു വശത്ത് സമൂഹത്തിൽ പുകയുന്ന പ്രശ്നങ്ങൾ, മറുവശത്ത് സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും കുറിച്ചുള്ള ഇത്തരം തീപ്പൊരി ആശയങ്ങൾ. ഇവ രണ്ടും കൂടിച്ചേർന്നപ്പോഴുണ്ടായ വലിയൊരു പൊട്ടിത്തെറിയായിരുന്നു ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവകാരികൾ പുറത്തിറക്കിയ ഈ പ്രഖ്യാപനം വെറുമൊരു കടലാസല്ലായിരുന്നു. ജ്ഞാനോദയ ചിന്തകരുടെ ആശയങ്ങൾ ആദ്യമായി ഒരു രാഷ്ട്രീയ രേഖയായി മാറുന്ന ചരിത്ര നിമിഷമായിരുന്നു അത്. സ്വാതന്ത്ര്യം, സമത്വം,
സ്വത്തവകാശം തുടങ്ങിയവയെല്ലാം ഇതിൽ ഉറപ്പു നൽകി. ഇന്നത്തെ പല ജനാധിപത്യ രാജ്യങ്ങളുടെയും ഭരണഘടനയുടെ അടിസ്ഥാനം ഈ പ്രഖ്യാപനമാണ്. നെപ്പോളിയന്റെ കാര്യം ഒരു വിരോധാഭാസമാണ്. വിപ്ലവത്തിൽ നിന്നാണ് അദ്ദേഹം വന്നത്, പക്ഷെ വിപ്ലവത്തെ അവസാനിപ്പിച്ച് സ്വയം ഒരു ചക്രവർത്തിയായി. എന്നിട്ടും അദ്ദേഹം പിടിച്ചടക്കിയ യൂറോപ്പിലെ സ്ഥലങ്ങളിലെല്ലാം വിപ്ലവത്തിന്റെ ആശയങ്ങളായ നിയമവാഴ്ചയും സമത്വവുമൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്തു. ഫ്രഞ്ച് വിപ്ലവം തുറന്നുവിട്ട അടുത്ത വലിയൊരു ശക്തിയായിരുന്നു ദേശീയത. ഒരേ ഭാഷ സംസാരിക്കുന്ന, ഒരേ സംസ്കാരമുള്ള ആളുകൾക്ക് ഒരുമിച്ച് ഒരു രാജ്യമായി നിൽക്കാം എന്ന ആശയം യൂറോപ്പിലാകെ പടർന്നുപിടിച്ചു. ഇറ്റലിയുടെ ഏകീകരണ കഥ ഒരു സിനിമ പോലെയാണ്. അതിൽ 3 ഹീറോക്കളുണ്ട്. നയതന്ത്രം കൊണ്ട് കാര്യങ്ങൾ നീക്കിയ തലച്ചോറായ കൗണ്ട് കാവൂർ, തന്റെ ചുവപ്പ് കുപ്പായക്കാരുമായി യുദ്ധം ചെയ്ത് തെക്ക് കീഴടക്കിയ വാളായ ഗ്യാരിബാൽഡി, പിന്നെ ഇവരെ രണ്ടുപേരെയും ഒരുമിപ്പിച്ച് ആധുനിക ഇറ്റലിയുടെ ആദ്യത്തെ രാജാവായി മാറിയ കിരീടമായ വിക്ടർ ഇമ്മാനുവൽ. ഇനി ജർമ്മനിയിലേക്ക് വരാം. അവിടെ നായകൻ ഓട്ടോ വൺ ബിസ്മാർക്ക് ആയിരുന്നു. സംസാരം കൊണ്ടല്ല, രക്തവും ഉരുക്കും കൊണ്ട്, അതായത് യുദ്ധം കൊണ്ട് കാര്യം നേടണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പോളിസി. അദ്ദേഹം വളരെ തന്ത്രപരമായി ഓരോ യുദ്ധങ്ങളിലൂടെ ജർമ്മൻ സംസ്ഥാനങ്ങളെ ഒന്നിപ്പിച്ച് ഒരു വലിയ ജർമ്മൻ സാമ്രാജ്യം കെട്ടിപ്പടുത്തു. അപ്പോ ലോകം മൊത്തത്തിൽ മാറി. വ്യവസായം വന്നു, പുതിയ രാജ്യങ്ങൾ വന്നു. ഈ പുതിയ ലോകത്തെ മനസ്സിലാക്കാനും അതിലെ പ്രശ്നങ്ങളെ നേരിടാനും പുതിയ ചിന്തകളും ആശയങ്ങളും ആവശ്യമായി വന്നു. ഫാക്ടറികളിലെ കഷ്ടപ്പാടുകളും മുതലാളിത്തമുണ്ടാക്കിയ ഭയങ്കരമായ അസമത്വവും കണ്ടപ്പോൾ അതിനൊരു മറുപടിയായി വന്ന ഒരു പ്രധാന ആശയമായിരുന്നു സോഷ്യലിസം. സ്വകാര്യ സ്വത്തിനു പകരം പൊതു ഉടമസ്ഥത എന്നതായിരുന്നു അതിന്റെ കാതൽ. ഈ സോഷ്യലിസ്റ്റ് ചിന്തകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു കാൾ മാർക്സ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ചരിത്രമെന്ന് പറയുന്നത് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ളൊരു പോരാട്ടമാണ്. അവസാനം തൊഴിലാളികൾ ഒരു വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുത്ത് വർഗങ്ങളില്ലാത്തൊരു ലോകം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഈ ആശയങ്ങൾ 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ വലിയ തോതിൽ സ്വാധീനിച്ചു. അപ്പോൾ നമ്മൾ ഈ യാത്രയുടെ അവസാനത്തിലെത്തി. മനുഷ്യന്റെ ചിന്തയിൽ തുടങ്ങിയ ഒരു വിപ്ലവം ഫാക്ടറികളിലൂടെയും യുദ്ധങ്ങളിലൂടെയും കടന്ന് പുതിയ രാജ്യങ്ങളും പുതിയ ആശയങ്ങളും ഉണ്ടാവുന്നത് നമ്മൾ കണ്ടു. മാനവികതാവാദം, വ്യവസായം, ദേശീയത, സോഷ്യലിസം, ഈ 4 വലിയ ശക്തികളാണ് നമ്മൾ ഇന്ന് കാണുന്ന ലോകത്തെ ഉണ്ടാക്കിയത്. അപ്പോൾ എന്റെ ചോദ്യം ഇതാണ്: അടുത്ത 200 വർഷത്തെ രൂപപ്പെടുത്താൻ പോകുന്ന ശക്തികൾ ഏതൊക്കെയാകും? ഇന്റർനെറ്റാണോ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണോ, അതോ കാലാവസ്ഥാ വ്യതിയാനമോ? ചിന്തിച്ചു നോക്കൂ. നന്ദി.